ആനറഞ്ചി പക്ഷികളുടെ കുടുംബത്തെ അന്വേഷിച്ചുള്ള മന്ത്രികുമാരൻ്റെ യാത്ര അടുത്ത ദിവസം സായാഹ്നത്തോടെ മലമുകളിലുള്ള പ്രാചീന ക്ഷേത്രത്തിനടുത്തെത്തിച്ചു. വൻമരങ്ങൾ വളർന്നു നിൽക്കുന്ന അവിടെ ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ കുറച്ചുനേരം ഇരുന്നപ്പോൾ അതിനു മുകളിലെ കൊമ്പിൽ നിന്നും പക്ഷിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ ഇടയായി. നോക്കിയപ്പോൾ 2-3 കിളിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കൂട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു പാമ്പിനെ കാണുകയും ഉടനെ തന്നെ വിശ്വവസു ഒരു വടിയെടുത്തുകൊണ്ട് ആ പാമ്പിനെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു. കിളിക്കുഞ്ഞുങ്ങൾ ഇത് കണ്ട് ആശ്വാസമായിക്കൊണ്ട് അവരുടെ ഭാഷയിൽ നന്ദി പറഞ്ഞു. വിശ്വവസു അവരോട് സംസാരിക്കുവാൻ ആരംഭിച്ചു. അയാളുടെ അന്വേഷണത്തിന് ഉത്തരമായിക്കൊണ്ട് അവർ മറുപടി പറഞ്ഞു. അവരുടെ അച്ഛനും അമ്മക്കിളിയും ദൂരെ ഏതോ ഇടത്ത് ഭക്ഷണം അന്വേഷിച്ച് പോയതാണെന്നും വരാറായിരിക്കുന്നു എന്നും അവർ പറഞ്ഞു. ഉടനെ തന്നെ അവിടെ പൊടുന്നനെ ഇരുട്ട് വ്യാപിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് വിശ്വവസുവിന് ആദ്യം മനസ്സിലായില്ല. 2 ഭീമാകാരന്മാരായ പക്ഷികളുടെ ചിറകുകളാൽ വെളിച്ചം മറയ്ക്കപ്പെട്ടതിനാലാണ് അന്ധകാരമുണ്ടായതെന്ന് പിന്നീട് മനസ്സിലായി. അല്പം കഴിഞ്ഞപ്പോൾ വെളിച്ചം വരികയും നോക്കിയപ്പോൾ 2 ഭീമാകാരന്മാരായ കിളികൾ ആ മരത്തിൻ്റെ ചില്ലയിൽ ഇരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഉടനെ തന്നെ കുഞ്ഞുകിളികൾ ഉണ്ടായ സംഭവം അച്ഛനമ്മമാരെ ധരിപ്പിച്ചു. ഇത് കേട്ട്, ഏതു മനുഷ്യനാണ് നിങ്ങളെ പാമ്പിൽ നിന്ന് രക്ഷിച്ചത്? പറയൂ, അയാളോട് നന്ദി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് കേട്ട് വിശ്വവസു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ തന്നെ ഉണ്ട്. ആ കിളികൾ വിശ്വവസുവിനോട് ആദരപൂർവ്വം പറഞ്ഞു, ഞങ്ങളുടെ മക്കളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച താങ്കളോട് ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട്. ആ കിളികൾ വളരെ കടപ്പെട്ടവരെ പോലെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, എപ്പോഴെങ്കിലും തങ്ങളുടെ എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പറയാൻ മടിക്കരുത്. താങ്കളെ സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഇത് കേട്ട് വിശ്വവസു അവരോട് ചോദിച്ചു, എന്നെ കാഞ്ചീപുരം രാജ്യത്ത് എത്തിക്കാമോ? പിന്നീട് അവിടെ നിന്ന് തിരികെ കൊണ്ടുവരാമോ? ആൺകിളി പറഞ്ഞു, കാഞ്ചീപുരത്തേക്ക് 5 ദിവസത്തെ യാത്രയുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. തയ്യാറാണെങ്കിൽ നാളെ അതിരാവിലെ തന്നെ നമുക്ക് പോകാം. അതനുസരിച്ച് മന്ത്രികുമാരൻ അടുത്ത ദിവസം അതിരാവിലെ കുളിച്ച് ക്ഷേത്രദർശനം കഴിഞ്ഞ് കുതിരയെ അവിടെ വിട്ടുകൊണ്ട് ആനറാഞ്ചി പക്ഷിയുടെ കാലിൽ കയറുകെട്ടി അതിൽ ഇരുന്നു കൊണ്ട് യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ പക്ഷി വിവരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. സമുദ്രമാർഗേണ സഞ്ചരിക്കവേ പല ദ്വീപുകളും കാണാനിടയായി. അതിൽ രത്നാകരം എന്ന ദ്വീപിന് സമീപത്തെത്തിയപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി വിശ്രമിക്കുവാൻ മന്ത്രികുമാരൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കാലിൽ തൂങ്ങിക്കിടന്നുകൊണ്ടുള്ള യാത്ര തുടങ്ങിയിട്ട് 2-3 ദിവസമായിരുന്നു. പക്ഷി രത്നാകര ദ്വീപിൽ ഇറങ്ങി. വിശ്വവസു ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു. പലതരം രത്നങ്ങൾ, പവിഴം എന്നിവ ഏറെയുണ്ടായിരുന്നു ആ ദ്വീപിൽ. അപൂർവ രത്നങ്ങളും പവിഴങ്ങളും വാരിയെടുത്ത് ഒരു ഭാണ്ഡക്കെട്ടാക്കിക്കൊണ്ട് അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. 5-ാം ദിവസം അവർ കാഞ്ചീപുരം ദ്വീപിലെത്തി. അനവധി മലകളും അനവധി പുഴകളും ഉണ്ടായിരുന്ന നാടായിരുന്നു അത്. ജനങ്ങൾ അധ്വാനശീലരും കായിക ബലമുള്ളവരും ആയിരുന്നു. എല്ലാത്തരം ഭക്ഷ്യവിഭവങ്ങളും അവിടെ ലഭ്യമായിരുന്നു. സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമായിരുന്നു കാഞ്ചീപുരം. മന്ത്രികുമാരനെ കാഞ്ചീപുരം രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്ത് വിജനമായ ഒരു സ്ഥലത്തിറക്കിയ ശേഷം ആനറാഞ്ചി പക്ഷി തിരിച്ചു പോകാൻ ഒരുങ്ങവേ തൻ്റെ ഒരു തൂവൽ അയാൾക്ക് നൽകിയിട്ട് പറഞ്ഞു, എന്നെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ ഈ തൂവലിൽ ഒന്ന് തടവിയാൽ മതി, എനിക്ക് മനസ്സിലാവും. ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. മന്ത്രികുമാരൻ ആ പക്ഷിയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, വളരെ വളരെ നന്ദിയുണ്ട്. ഒരു രത്നവ്യാപാരിയുടെ രൂപത്തിൽ മന്ത്രികുമാരൻ അവിടെ ഒരു വീട് സംഘടിപ്പിച്ച് അതിനടുത്തിരുന്ന് രത്നങ്ങൾ വിൽക്കുവാൻ ആരംഭിച്ചു. അവിടെ ഉണ്ടായിരുന്ന പ്രഭു കുടുംബങ്ങളും വലിയ പണക്കാരും അപൂർവ രത്നക്കല്ലുകൾ വാങ്ങാൻ വന്നു തുടങ്ങി. രത്നവ്യാപാരിയുടെ ഖ്യാതി നാടെങ്ങും വ്യാപിച്ചു. രാജാവും രാജ്ഞിയും നേരിട്ടെത്തി അദ്ദേഹത്തിൻ്റെ പക്കലുള്ള രത്നങ്ങൾ കണ്ടു. ചിലതൊക്കെ വാങ്ങുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ സമ്പന്നനായ മന്ത്രികുമാരൻ രാജകുമാരി താമസിക്കുന്ന മാളികയ്ക്കടുത്ത് ഒരു ഗൃഹം നിർമ്മിക്കാൻ ആരംഭിച്ചു. കൂടെ തന്നെ ആ വീട്ടിൽ നിന്നും രാജകുമാരിയുടെ മാളികയിലേക്ക് ഒരു രഹസ്യ തുരങ്കമാർഗം നിർമ്മിച്ചു. ഒരു നാൾ മന്ത്രികുമാരൻ ആ രഹസ്യമാർഗം വഴി രാജകുമാരിയുടെ സ്വീകരണ മുറിയിൽ എത്തിക്കൊണ്ട് ഉറങ്ങുകയായിരുന്ന രാജകുമാരിയെ കാത്തിരുന്നു. രാജകുമാരി തൻ്റെ സ്വീകരണ മുറിയിൽ ഒരു യുവാവിനെ കണ്ടു പരിഭ്രമിച്ചു. മന്ത്രികുമാരൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ രാജകുമാരിക്ക് തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന രാജകുമാരനെ കാണാൻ ആഗ്രഹമുണ്ടായി. മന്ത്രികുമാരൻ പറഞ്ഞു, കുമാരിക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോടൊപ്പം വരണം. എൻ്റെ ആത്മമിത്രം കുമാരിയുടെ വരവും കാത്തിരിക്കുകയാണ്. ഇത് കേട്ട് രാജകുമാരി പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ രാജ്യത്തു നിന്ന് പുറത്തേക്ക് ആർക്കും പോകാനാകില്ല. നിങ്ങളുടെ ഉദ്ദേശം അറിഞ്ഞാൽ രാജകോപമുണ്ടാകും. നിങ്ങൾ ജയിലിലാകും. മന്ത്രികുമാരൻ പറഞ്ഞു, കുമാരി സമ്മതിക്കുകയാണെങ്കിൽ ചില സൂത്രപ്പണികൾ ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും പുറത്തു കടക്കാം. അതെങ്ങനെ? രാജകുമാരി ചോദിച്ചു.
വിശദമായ ഒരു പദ്ധതി മന്ത്രികുമാരൻ വിവരിച്ചു കൊടുത്തപ്പോൾ അത് നടപ്പിലാക്കാൻ രാജകുമാരി തയ്യാറാണെന്നും സഹകരിക്കാമെന്നും ഉറപ്പുകൊടുത്തു. അതനുസരിച്ച് അടുത്ത ദിവസം വ്യാപാരിയായി തീർന്ന വിശ്വവസു കൊട്ടാരത്തിലെത്തിക്കൊണ്ട് രാജാവിനെ ഒരു വിരുന്നിന് ക്ഷണിച്ചു. എന്താ വിശേഷിച്ച്? രാജാവ് ചോദിച്ചു. രത്നവ്യാപാരി പറഞ്ഞു, അടിയൻ്റെ പത്നി നാട്ടിൽ നിന്നും എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ നിർമ്മിച്ച പുതിയ വീട്ടിൽ അങ്ങേക്കും മഹാറാണിക്കും ഒരു വിരുന്നൊരുക്കണമെന്ന എൻ്റെ ആഗ്രഹവും സഫലമാകണം. അതുകൊണ്ട് വിരുന്നിൽ പങ്കുകൊള്ളുവാൻ കനിവുണ്ടാകണം. ഇത് കേട്ട് രാജാവ് സന്തോഷവാനായി. പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ രണ്ടുപേരും നാളെ താങ്കളുടെ ഗൃഹം സന്ദർശിക്കുന്നതായിരിക്കും. പിറ്റേന്ന് കൃത്യസമയത്ത് തന്നെ രാജാവും രാജ്ഞിയും വ്യാപാരിയുടെ വീട്ടിൽ വിരുന്നിനെത്തി. മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് രാജകുമാരി തുരങ്കമാർഗത്തിലൂടെ വ്യാപാരിയുടെ ഗൃഹത്തിൽ നേരത്തെ എത്തുകയും വേഷം മാറ്റിക്കൊണ്ട് സ്വീകരണ മുറിയിൽ എല്ലാവരും നോക്കി നിൽക്കെ ചുവന്ന പട്ടുസാരി അണിഞ്ഞ് വ്യാപാരിയുടെ ഭാര്യയായിക്കൊണ്ട് രാജകുമാരി പ്രത്യക്ഷപ്പെട്ടു. അതുകണ്ട് രാജാവും രാജ്ഞിയും ഞെട്ടിപ്പോയി. ഇത് തങ്ങളുടെ പുത്രിയല്ലേ? മകളെ എന്ന് രാജാവ് തെല്ലുച്ചത്തിൽ തന്നെ വിളിച്ചു. പക്ഷെ അവൾ പരിചയഭാവം കാണിച്ചില്ല. ഇത് നമ്മളുടെ മകൾ അല്ലെന്ന് തോന്നുന്നു. അവർ സംശയത്തിൻ്റെ നിഴലിൽ കുടുങ്ങിപ്പോയി. നമ്മൾ വരുമ്പോൾ മകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നതാണല്ലോ. ഇത്രയും സമയം കൊണ്ട് 3/4 നാഴിക നടന്ന് അവൾക്ക് ഇവിടെ എങ്ങനെ എത്താൻ കഴിയും? അവളുടെ മുഖഛായയിലുള്ള മറ്റൊരു പെൺകുട്ടിയാണിത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർ സമാധാനിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രാജ്ഞി ഇത്തിരി നെയ്യ് അവളുടെ ചുവന്ന പട്ടുസാരിയിൽ അറിയാതെ എന്ന പോലെ തൂവി. വീട്ടിൽ പോയി പരിശോധിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ. വിരുന്ന് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. രാജകുമാരി ഉടനെ തന്നെ ധരിച്ചിരുന്ന പട്ടുസാരി മാറ്റി അന്തഃപുരത്തു നിന്ന് വരുമ്പോൾ ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് തൻ്റെ അന്തഃപുരത്തിലേക്ക് രഹസ്യമാർഗത്തിലൂടെ കുതിച്ചു. രാജാവും രാജ്ഞിയും കൊട്ടാരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഉടനെ തന്നെ മകളുടെ അന്തഃപുരത്തിലേക്ക് ചെന്നു. കുമാരി തൻ്റെ മുറിയിൽ ഉറങ്ങിക്കിടക്കുന്നതാണ് അവർ കണ്ടത്. അറയിൽ എല്ലായിടത്തും രാജ്ഞി ചുവന്ന പട്ടുസാരി തിരഞ്ഞു നോക്കി. പക്ഷേ അത്തരത്തിലുള്ള ഒരെണ്ണം കണ്ടെത്താനായില്ല. നമ്മൾ വെറുതെ സംശയിച്ചു. നമ്മളുടെ മകൾ പുറത്തു പോയിട്ടില്ല, ഉറപ്പാണ്, രാജ്ഞി പറഞ്ഞു. രാജാവും അത് ശരിവെച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വ്യാപാരി രാജാവിനെ വീണ്ടും സന്ദർശിച്ചുകൊണ്ട് താനും തൻ്റെ ഭാര്യയും അടുത്ത ദിവസം സ്വദേശത്തേക്ക് മടങ്ങുകയാണെന്നും രാജാവും രാജ്ഞിയും അന്ന് തങ്ങളെ അനുഗ്രഹിച്ച് യാത്രയാക്കണമെന്നും അഭ്യർത്ഥിച്ചു. രാജാവ് സമ്മതിച്ചു. അടുത്ത ദിവസം രാജാവും രാജ്ഞിയും രാജപരിവാരങ്ങളും വ്യാപാരിയെയും ഭാര്യയെയും വളരെ ആർഭാടമായി തന്നെ യാത്ര അയച്ചു. രാജ്യാതിർത്തി വരെ പോകാൻ രഥവും നൽകി. അവർ അവിടെ നിന്നും കടൽക്കരയിലുള്ള ഒരു വിജനപ്രദേശത്തെത്തുകയും അവിടെ അവരെ കാത്തുനിന്നിരുന്ന ആനറാഞ്ചി പക്ഷിയെ കാണുകയും അതിൻ്റെ കാലിൽ കയറുകെട്ടി അതിലിരുന്നു കൊണ്ട് മടക്കയാത്ര ആരംഭിക്കുകയും ചെയ്തു. കടലും ദ്വീപ് സമൂഹങ്ങളും താണ്ടിക്കൊണ്ട് അവർ യാത്ര തുടർന്നു. 5-ാം നാൾ അവർ ആനറാഞ്ചി പക്ഷി താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും പിന്നീട് കുതിരപ്പുറത്ത് സ്വദേശത്തേക്ക് യാത്ര തുടരുകയും ചെയ്തു. 1-2 ദിവസങ്ങൾക്കകം അവർ രാജകുമാരനെ വിട്ടുപോയ ഗ്രാമീണ ക്ഷേത്രത്തിനടുത്ത് എത്തുകയും കുതിരപ്പുറത്തു നിന്നും ഇറങ്ങിക്കൊണ്ട് രാജകുമാരൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ പ്രതിമയുടെ അടുക്കലേക്ക് നടന്നു നീങ്ങുകയും ചെയ്തു. രൂപത്തിലുള്ള പ്രതിമയെയും ആ പ്രതിമയോട് പൂ യാചിക്കുന്ന രാജകുമാരനെയും മാറി മാറി നോക്കിക്കൊണ്ട് രാജകുമാരി കുറച്ച് ദൂരെ നിന്നു. ഇനി സമയം കളയരുത്, വിശ്വവസു പറഞ്ഞു. ഒരു പൂ പറിച്ചെടുത്ത് രാജകുമാരന് കൊണ്ടുപോയി കൊടുക്കുക. താങ്കളും കൂടെ വരൂ എന്ന് രാജകുമാരി പറഞ്ഞപ്പോൾ വിശ്വവസു പറഞ്ഞു, വേണ്ട, ഞാൻ വരുന്നില്ല. കുമാരൻ എന്നെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചുപോയി എന്ന് പറയണം. അതെന്തിനാണ് അങ്ങനെ നുണ പറയുന്നത്? രാജകുമാരി ചോദിച്ചു. മന്ത്രികുമാരൻ പറഞ്ഞു, രാജകുമാരന് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് എനിക്കറിയണം. അതിനുവേണ്ടിയാണ് അങ്ങനെ പറയേണ്ടത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കുമാരി കയ്യിലൊരു പൂവുമായി കൃഷാനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. രാജകുമാരൻ തൻ്റെ പ്രണയഭാജനത്തെ യഥാതഥമായി കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. കുമാരി കയ്യിലുണ്ടായിരുന്ന പുഷ്പം രാജകുമാരന് നേരെ നീട്ടി. കുമാരൻ അത്യധികം സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. എന്നിട്ട് രാജകുമാരൻ ചോദിച്ചു, നിന്നെ ഇവിടെ എത്തിച്ച എൻ്റെ ചങ്ങാതി എവിടെ? അതിനുത്തരമായി കൊണ്ട് മന്ത്രികുമാരൻ അവളോട് പറയാൻ ആവശ്യപ്പെട്ടത് തന്നെ അവൾ പറഞ്ഞു. അയാൾ മരിച്ചുപോയി. എന്ത്? കുമാരൻ ഗദ്ഗദ കണ്ഠനായി പറഞ്ഞു. എനിക്ക് വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്ത് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു എന്നോ? ഇടർച്ചയോടെ കുമാരൻ വിളിച്ചു, വിശ്വസു. പിന്നെ അതിവേഗത്തിൽ അവിടെ നിന്നും നടന്നുപോയി. കുമാരി അദ്ദേഹത്തിൻ്റെ പിറകിലും. കുമാരൻ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. രാജകുമാരി അമ്പരന്ന് നിന്നുപോയി. പിന്നെ അയാൾ പോയ വഴിയെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഞെട്ടിത്തരിച്ചുകൊണ്ട് അവൾ കണ്ടു, സ്വന്തം വാൾ തൻ്റെ നെഞ്ചത്ത് ഇറക്കിക്കൊണ്ട് രാജകുമാരൻ മരിച്ചു കിടക്കുന്നു.
ആ ഞെട്ടലിൽ നിന്നും മുക്തമാകാൻ അവൾക്കായില്ല. അവൾ കുഴഞ്ഞു വീണു മരിച്ചു. അപ്പോഴേക്കും ഓടിയെത്തിയ മന്ത്രികുമാരൻ തൻ്റെ ഒരു വാക്കു വരുത്തി വെച്ച വിനയോർത്ത് ദുഃഖിതനാവുകയും പശ്ചാത്തപിച്ചുകൊണ്ട് സ്വന്തം വാളെടുത്ത് തൻ്റെ തന്നെ കഴുത്തറുത്തു. പിന്നെ വീണു മരിച്ചു. ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു പോയ ശാന്തിക്കാരനും വലിയ മനസ്താപത്തോടെ അവിടെ വന്ന് ആത്മഹുതി ചെയ്ത് മരിച്ചു വീണു. ദീപാരാധന തൊഴാൻ വന്ന ഭക്തജനങ്ങൾ 4 ശവശരീരങ്ങൾ ക്ഷേത്രത്തിനടുത്ത് കണ്ട് ദേവിയെ മനമുരുകി പ്രാർത്ഥിച്ചു. മഹാദേവി പ്രത്യക്ഷയായി. ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ച പ്രകാരം ദേവി 4 പേർക്കും ജീവൻ നൽകി. എല്ലാവരും ഉറക്കമുണർന്ന പോലെ എഴുന്നേറ്റ് വന്നു. കഥ പൂർത്തിയാക്കിക്കൊണ്ട് തിരശീല വിക്രമാദിത്യനോട് ചോദിച്ചു, ഈ 4 പേരിൽ സ്വാർത്ഥത ഒട്ടുമില്ലാതെ മരിച്ചതാരാണ്? വിക്രമാദിത്യൻ പറഞ്ഞു, അത് സംശയമില്ല, രാജകുമാരനാണ്. ഉടനെ തന്നെ പേശാമടന്ത പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഒട്ടും നിസ്വാർത്ഥമായിക്കൊണ്ട് മരിച്ചത് ശാന്തിക്കാരൻ ആണ്. മറ്റുള്ളവർക്കൊക്കെ മരിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്. തൻ്റേതായ യാതൊരു കുറ്റമില്ലായിരുന്നിട്ടും ശാന്തിക്കാരൻ ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് ശാന്തിക്കാരൻ്റെ മരണമാണ് ഒട്ടും നിസ്വാർത്ഥമായത്. ഇത് കേട്ടുകൊണ്ട് നോക്കൂ, എൻ്റെ മകൾ എത്ര ബുദ്ധിമതിയാണ് എന്ന മുഖഭാവം ആയിരുന്നു അമ്മയായ രസരഞ്ജിനിയുടെ മുഖത്തുണ്ടായിരുന്നത്. ഉടനെ കഥയൊന്ന് മൊഴിയൊന്ന് എന്ന് വിക്രമാദിത്യൻ മനസ്സിൽ കുറിച്ചിട്ടു.